സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടാകും മോഹൻലാലിൻ്റെ പുലിമുരുകൻ. ഒരുപക്ഷെ ഇത്രയും വർഷത്തെ കരിയറിൽ മോഹൻലാൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തത് പുലിമുരുകനിൽ ആയിരിക്കും. മലയാള സിനിമയിലെ മറ്റ് ആക്ഷൻ സൂപ്പർ ഹിറ്റുകൾ പോലെ പഞ്ച് ഡയലോഗുകളിൽ കൂടിയല്ല, ഫൈറ്റ് സീക്വൻസുകളിലൂടെ തന്നെയാണ് പുലിമുരുകനിലെ നായകൻ കയ്യടി നേടിയത്. എന്നാൽ മലയാളികൾക്ക് പൂർണ്ണ തൃപ്തി നൽകിയ പുലിമുരുകനിലെ ആക്ഷൻ രംഗങ്ങളിൽ അത്ര സംതൃപ്തനല്ലാത്ത ഒരാളുണ്ട്. മറ്റാരുമല്ല, ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ സാക്ഷാൽ പീറ്റർ ഹെയ്ൻ തന്നെ. കേൾക്കുമ്പോൾ ആരും ഒന്ന് ഞെട്ടും, ഇതിനപ്പുറത്ത് ഇനി എന്ത് ചെയ്യാനാണെന്ന്. താൻ ചിത്രത്തിൽ പൂർണ്ണ തൃപ്തനല്ലെന്ന് പറയാനുള്ള കാരണം പീറ്റർ ഹെയ്ൻ പറയുന്നത് ഇങ്ങനെ: പുലിമുരുകൻ എന്ന ചിത്രത്തിൽ കേരളത്തിലെ പ്രേക്ഷകരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്ഷൻ രംഗങ്ങൾ ചെയ്താൽ മതിയെന്നായിരുന്നു സംവിധായകൻ എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച അത്രയും ചിത്രത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് പുലിമുരുകൻ പോലൊരു ചിത്രം അന്തർദേശീയ തലത്തിൽ ലാൽ സാറുമൊത്ത് ചെയ്യണമെന്നുണ്ട്. അത് ഒരു ഇന്ത്യൻ ചിത്രം എന്നതിലുപരി വിയറ്റ്നാമീസ്, ചൈനീസ്, ഇംഗ്ലീഷ് ഭാഷകളിലും പുറത്തിറങ്ങുന്ന ഒന്നായിരിക്കും, പീറ്റർ ഹെയ്ൻ പറഞ്ഞു. ഒരു പ്രമുഖ മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പീറ്റർ ഹെയ്ൻ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.